ഹലോ, നമ്മളിന്ന് തക്കാളി ചോറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നമ്മുടെ ഈ തക്കാളി ചോറെന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളതും എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒരു 2 കറുവാപ്പട്ട ഉണ്ടല്ലോ, പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഗ്രാമ്പും അതുപോലെ തന്നെ 3 ഏലക്ക ഇട്ടതിന് ശേഷം ഒരു 4 വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 സവോളയാണ്, മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ വഴന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ 1 കപ്പ് റൈസിലാണ് നമ്മൾ ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവുകളാണ് നമ്മളീ പറയുന്നത്. അപ്പോൾ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ അങ്ങ് ചേർത്ത് കൊടുക്കാമേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ നോർമൽ മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കളറൊക്കെ ഉണ്ടാവും നല്ലത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ 3 വലിയ തക്കാളി ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പേസ്റ്റ് ആക്കി എടുത്തിട്ട് അത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാണ്ടേ നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ താല്പര്യമാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ആ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസാണ് കേട്ടോ നമ്മുടെ ഈ ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ള നമ്മുടെ റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ അരി അങ്ങിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ബിരിയാണി റൈസാണ്, നമ്മുടെ സോന റൈസ് എന്ന് പറയുമല്ലോ, അതാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബിരിയാണി റൈസ് എടുത്തിരുന്നാൽ മതി. അത് ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നമ്മൾ ഒന്ന് അരിച്ചിട്ട് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മസാലകൾ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ റൈസ് ഒക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് അരി അളന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളമൊന്നുമില്ല കേട്ടോ, നോർമൽ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. അതിനുശേഷം ഒരു 1/2 കപ്പ് കൂടി, അപ്പം മൊത്തം നമ്മൾ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. എപ്പോഴും അറിയാമല്ലോ, നമ്മൾ ഉപ്പിടുമ്പോൾ കുറച്ച് ഒന്ന് മുന്നിട്ട് നിൽക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഒഴിച്ച വെള്ളമൊക്കെ അങ്ങ് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇട്ട് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് കുറച്ച് വെച്ചതിന് ശേഷം, കുറച്ചെന്ന് വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് അങ്ങ് അടച്ച് വയ്ക്കാം. എന്നിട്ടൊരു 2 വിസിൽ അല്ലെങ്കിൽ 1 വിസിലായാലും മതി. കേൾക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. മീഡിയത്തിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കൂട്ടി വെക്കണ്ടേ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഈ തക്കാളി ചോറെന്ന് പറയുന്നത്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാം, അവർക്ക് ഇഷ്ടപ്പെടും. കുറച്ച് സലാഡൊക്കെ കൂട്ടിയിട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ 1 സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അത് താല്പര്യം ഉണ്ടെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ചുമ്മാ ഒന്ന് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇനി മുന്നേ പറഞ്ഞതുപോലെ ചില ദിവസങ്ങളിലൊക്കെ മടി പിടിച്ച ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചോറും കറികളൊക്കെ വെക്കാനുള്ള മടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു പപ്പടോ കുറച്ച് അച്ചാറോ സലാഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.